ഹായ് ഗൈസ്, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഹോർമോൺസായ ടെസ്റ്റോസ്റ്ററോണും അതുപോലെ ഈസ്ട്രജനെയും പറ്റിയാണ്. അതുപോലെ സ്ത്രീ ആയാലും പുരുഷനായാലും അവരവരുടെ ഹോർമോൺസിന് മാച്ചായ ഒരു ഭക്ഷണ രീതി ഫോളോ ചെയ്യുകയാണെങ്കിൽ അവർക്കുണ്ടാകുന്ന ബെനിഫിറ്റ്സും അപ്പോൾ അതിന് വിപരീതമായ ഭക്ഷണ രീതിയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് വരുന്ന ദോഷങ്ങളൊക്കെ വെച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നലെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ അത് തന്നെ നമുക്ക് ഈ ഹോർമോൺസിനെ പറ്റി മനസ്സിലാക്കാം. ഈ ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ മെസ്സഞ്ചേഴ്സ് ആണ്. അതായത് നമ്മുടെ ബോഡിയിൽ നമുക്കിപ്പോൾ ഫീലിങ്സ് ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു, പെട്ടെന്ന് സങ്കടം വരുന്നു, അതുപോലെ ഭയം, ഇങ്ങനെ ഫീലിങ്സ് ഒക്കെ നമ്മുടെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഹോർമോൺസ് കാരണമാണ്. അപ്പോൾ അത്രയ്ക്ക് പ്രാധാന്യമാണ് നമ്മുടെ ബോഡിയിൽ ഈ ഹോർമോൺസിനുള്ളത്. അതുപോലെ നമ്മുടെ ഈ ബോഡിയിൽ ഇപ്പോൾ പുരുഷനായാലും സ്ത്രീ ആയാലും അവർക്ക് ടെസ്റ്റോസ്റ്ററോണും വേണം, ഒരു ഈസ്ട്രജൻ വേണം. പുരുഷന്മാർക്കാണെങ്കിൽ ടെസ്റ്റോസ്റ്ററോണാണ് കൂടുതൽ വേണ്ടത്, ഈസ്ട്രജൻ കുറച്ച് മതി. സ്ത്രീകൾക്കാണെങ്കിൽ ഈസ്ട്രജനാണ് കൂടുതൽ വേണ്ടത്, ടെസ്റ്റോസ്റ്ററോൺ കുറച്ച് മതി. പക്ഷേ ഇതിൻ്റെ അനുപാതം തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പ്രശ്നങ്ങൾ നമ്മുടെ ബോഡിയിലും മൈൻഡിലും വരും. അപ്പോൾ ഈ ഹോർമോൺസിൻ്റെ അളവ് നമ്മുടെ ബോഡിയിൽ കൂടുതലാണോ കുറവാണോ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം നിങ്ങൾ ലാബിൽ ചെന്നിട്ട് പറഞ്ഞാൽ ഞങ്ങളുടെ ഹോർമോൺ ലെവലും ചെക്ക് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അവർ ചെക്ക് ചെയ്തിട്ട് പറയും നമ്മുടെ ഹോർമോൺ ലെവൽസ് എങ്ങനെ കറക്റ്റ് ആണോ അല്ലയോ എന്ന് പറയും. അപ്പോൾ അത് നോക്കി നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഹോർമോൺ ലെവൽസ് കറക്റ്റ് ആണോ അല്ലയോ എന്ന്. അപ്പോൾ നമുക്ക് ഈ ഹോർമോൺ ലെവൽസ് കറക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഗുണങ്ങളെ പറ്റി ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ, പുരുഷന്മാരുടെ ബോഡിയിൽ ഇപ്പം ടെസ്റ്റോസ്റ്ററോണും അല്ലെങ്കിൽ ഈസ്ട്രജനും കറക്റ്റ് റേഷ്യോയിലാണെങ്കിൽ വരുന്ന ഗുണങ്ങളെ പറ്റി ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ മെയിൻ ഗുണം പറഞ്ഞാൽ മസിൽ സ്ട്രെങ്ത് വർദ്ധിക്കും, അതുപോലെ എനർജി സ്റ്റാമിനയും വർദ്ധിക്കും, അതുപോലെ ബിയർഡ് ഗ്രോത്ത്, അതായത് പുരുഷന്മാരുടെ താടി വളർച്ച നന്നായിട്ട് ഇൻക്രീസ് ചെയ്യും, അതുപോലെ ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യും, അതുപോലെ സെക്ഷൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും, അതുപോലെ ബോൺ ഹെൽത്ത് നന്നായിട്ട് ഇൻക്രീസ് ആകും, അതുപോലെ കോൺഫിഡൻസ് ലെവൽ ഇമ്പ്രൂവ് ആകും, അതുപോലെ ബോഡി ഫാറ്റ് പേസ്റ്റിന് കുറയാൻ സാധിക്കും, അതുപോലെ കോൺസെൻട്രേഷൻ ആൻഡ് ഫോക്കസ് കിട്ടും. നമ്മൾ ഏത് കാര്യമായിക്കോട്ടെ, നമ്മൾ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട ഏത് കാര്യമായിക്കോട്ടെ, നമുക്ക് ഏത് ജോലി ചെയ്യാനും അതിൻ്റെ മാക്സിമം എഫേർട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത്രയും നമുക്ക് നല്ലൊരു ഷാർപ്നെസ് കിട്ടും മൈൻഡിന്. അപ്പോൾ ഇതൊക്കെയാണ് ടെസ്റ്റോസ്റ്ററോൺ കറക്റ്റ് അനുപാതത്തിൽ പുരുഷന്മാരുടെ ബോഡിയിൽ ഉണ്ടായുള്ള ഗുണങ്ങൾ. ഈസ്ട്രജൻ ലെവൽ സ്ത്രീകളുടെ ബോഡിയിൽ കറക്റ്റ് റേഷ്യോയിലാണ് ഉള്ളെങ്കിൽ അവർക്കുള്ള ഗുണങ്ങളെ പറ്റി ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ മെയിൻ ഗുണം പറഞ്ഞാൽ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആകും, പിന്നെ ഹെയർ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും, ബോൺ സ്ട്രെങ്ത് വർദ്ധിക്കും, അതുപോലെ പീരിയഡ്സ് ബാലൻസ് ആകും, മൂഡ് ബാലൻസ് ആകും, അതുപോലെ ഹാർട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ആകും. അപ്പോൾ ഇതൊക്കെയാണ് സ്ത്രീകൾക്ക് വരുന്ന ഗുണങ്ങൾ. ഇപ്പോൾ നമ്മളിതിൻ്റെ ഗുണങ്ങളെ പറ്റി പറഞ്ഞു. ഇനി നമുക്ക് ദോഷങ്ങളെ പറ്റി പറയാം. ഇപ്പോൾ പുരുഷനായിക്കോട്ടെ, ഇപ്പോൾ ഈസ്ട്രജനാണ് കൂടുതലെങ്കിലും, അതുപോലെ സ്ത്രീ ആണെങ്കിൽ അവരുടെ ബോഡി ടെസ്റ്റോസ്റ്ററോണാണ് കൂടുതലെങ്കിലും അവർക്ക് വരുന്ന ദോഷങ്ങളെ പറ്റി ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് പുരുഷന്മാർക്ക് കാര്യം തന്നെ പറയാം. അവർക്ക് വരുന്ന ഏറ്റവും മെയിൻ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ഗൈനക്കോമാസ്റ്റിയാണ്. അതായത് ഇപ്പോൾ പുരുഷന്മാരുടെ ബോഡിയിൽ ചെസ്റ്റ് സ്ത്രീകളോട് സമാനമായ രീതിയിലേക്ക് മാറുന്നതാണ്. രണ്ടാമത്തെ പറഞ്ഞാൽ ഇൻക്രീസ്ഡ് ബോഡി ഫാറ്റ്, അതായത് പുരുഷന്മാരുടെ ബോഡിയിൽ പൊണ്ണത്തടി വരാനുള്ള ടെൻഡൻസി ഭയങ്കരമായിട്ട് കൂടുതലാണ്. പറഞ്ഞാൽ അവർക്ക് ആവശ്യമായ വെയിറ്റിനേക്കാൾ കൂടുതൽ വെയിറ്റ് അവരുടെ ബോഡി വരുന്നതാണ്. മൂന്നാമത്തെ ഫെർട്ടിലിറ്റി ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ സ്പേം കൗണ്ടൊക്കെ കുറയുന്നതാണ്. പിന്നെ ഹെയർ ലോസ് വരുന്നതാണ്. പിന്നെ വരുന്ന ലോങ് ടൈം ഹെൽത്ത് ഇഷ്യൂസാണ്. അതിൽ ആരോഗ്യ സംബന്ധമായ പല പ്രശ്നങ്ങളും പുരുഷന്മാർ അലട്ടാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. പിന്നെ മൂഡ് ആൻഡ് എനർജി ലോസ്, എപ്പോഴും നമ്മളത് തളർന്നു കുത്തിയിരിക്കുന്ന അവസ്ഥയിലൊക്കെ മാറും. അപ്പോൾ ഇതൊക്കെയാണ് പുരുഷന്മാർക്ക് വരുന്നൊരു സൈഡ് എഫക്ട്സ്. നമുക്ക് സ്ത്രീകൾക്ക് ഒരു സൈഡ് എഫക്ട്സ് എന്തൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ ഒന്നാമത്തെ സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് ഫേഷ്യൽ ഹെയർ ഗ്രോത്ത്. സ്ത്രീകളുടെ മുഖത്ത് പുരുഷന്മാരുടെ പോലെ ബിയേഡ്, അതായത് താടി പോലെ രോമങ്ങൾ വരുന്നതാണ്. അതാണ് ഒന്നാമത്തെ സൈഡ് എഫക്റ്റ്. രണ്ടാമത്തെ സൈഡ് എഫക്റ്റ് പറഞ്ഞാൽ അലോപേഷ്യ എന്ന് പറയും. അതായത് നമ്മുടെ തലയിൽ വട്ടം വട്ടം മുടി പോകുന്നൊരു പ്രവണത കാണിക്കും. അതിന് അലോപേഷ്യ പറയുന്നത്. അതുണ്ടാകുന്നതാണ്. സീവിയർ ആക്നെ ഓൺ ഫേസ് ആൻഡ് ബോഡി, മുഖത്തും ശരീരത്തിലും കുരുക്കൾ വരുന്ന ടെൻഡൻസി ഭയങ്കരമായിട്ട് കൂടുന്നതാണ്. പിന്നുള്ള സൈഡ് എഫക്റ്റ് പറഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് ഇഷ്യൂസാണ്. പിന്നെ ചേഞ്ചസ് ഇൻ ബോഡി കോമ്പോസിഷൻ, അതായത് സ്ത്രീകളുടെ ബോഡി പുരുഷന്മാരുടെ സമാനമായ രീതിയിലേക്ക് മാറുന്നതാണ്. പറഞ്ഞാൽ സ്ത്രീകളുടെ ബോഡി ഷേപ്പ് ഓവറോൾ ചേഞ്ചസ് ഒക്കെ വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് സ്ത്രീകൾക്ക് വരുന്ന സൈഡ് എഫക്ട്സ്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നമ്മുടെ ഹോർമോൺ ലെവൽസൊക്കെ കറക്റ്റായി നമുക്ക് നല്ല ഹെൽത്തും നല്ല മൈൻഡും കിട്ടണമെങ്കിൽ ഞാൻ ഈ പറയുന്ന ഫുഡ് ഐറ്റംസ് നിങ്ങളുടെ ഡയറ്റ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. ആദ്യമേ പുരുഷന്മാർക്ക് വേണ്ടിയുള്ളതാണ്. ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റിംഗ് ഫുഡ്സാണ് ഞാൻ പറയുന്നത്. ഈ ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത് വേണം നിങ്ങൾ കൂടുതൽ കഴിക്കാൻ. അപ്പോൾ ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേട്ടോണേ. ഒന്നാമത്തെ പ്രധാന ഭക്ഷണം എന്ന് പറഞ്ഞാൽ മുട്ടയാണ്. രണ്ടാമത്തെ മീൻ, മൂന്നാമത്തെ ചിക്കൻ, നാലാമത്തെ പാലും തൈര് ഐറ്റംസും, അഞ്ചാമത്തെ ബദാം, ആറാമത്തെ വാൾനട്ട്, ഏഴാമത്തെ പംകിൻ സീഡ്സ്, എട്ടാമത്തെ നമ്മുടെ വാഴപ്പഴം, അത് ഏത് പഴമായിക്കോട്ടെ, നേന്ത്രപ്പഴം ആയിക്കോട്ടെ, ഞാലിപ്പൂന ആയിക്കോട്ടെ, ഏത് പഴമായിക്കോട്ടെ, ഒമ്പതാമത്തെ തേൻ, പത്താമത്തെ ചീര. ഈ ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ ഡയറ്റിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. ഇനി സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഡയറ്റ് പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. അത് ഈസ്ട്രജൻ സപ്പോർട്ടിങ് ഫുഡ്സാണ്. പറഞ്ഞാൽ ഈസ്ട്രജൻ കൂടുതൽ നിൽക്കുന്ന ഫുഡ്. ഒന്നാമത്തെ പ്രധാന ഭക്ഷണം എന്ന് പറഞ്ഞാൽ സോയാബീനാണ്. രണ്ടാമത്തെ ടോഫു, മൂന്നാമത്തെ ഫ്ലാക്സ് സീഡ്സ്, നാലാമത്തെ എള്ള്, അഞ്ചാമത്തെ കടല, ആറാമത്തെ പച്ചക്കറികൾ, ഏഴാമത്തെ പഴങ്ങൾ, എട്ടാമത്തെ ധാന്യങ്ങൾ, അതായത് ഏത് ധാന്യങ്ങളായിക്കോട്ടെ, അരി ആയിക്കോട്ടെ, ഗോതമ്പായിക്കോട്ടെ, ഏത് ധാന്യങ്ങളും. അപ്പോൾ ഈ ഫുഡ് ഐറ്റംസ് സ്ത്രീകൾ അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യാൻ പറയുന്നത് പറഞ്ഞാൽ
ഇപ്പം നമ്മുടെ ഈ ബിസി ലൈഫ് സ്റ്റൈലിൽ നമ്മൾ പല ടൈപ്പിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാകും. എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് ടെൻഷൻ, സ്ട്രെസ്സ്, ഉറക്കമില്ലായ്മ, വ്യായാമമില്ലായ്മ, ഇതൊക്കെ കാരണം നമുക്ക് നല്ല രീതിയിൽ ഹോർമോൺ ഇംബാലൻസ് സംഭവിക്കാൻ സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ഡയറ്റ് പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സും ആരോഗ്യവും നല്ല ചുറുചുറുക്കോടെയും ആരോഗ്യത്തോടെ ഇരിക്കാൻ സഹായിക്കും. അതുമാത്രമല്ല, ഇതിന് നല്ല ആൻറ്റി ഏജിങ് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ. അപ്പോൾ ഇതെല്ലാം നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ. ബെല്ലൈക്കൺ ഞെക്കിന്ന് പറടാ. ഞെക്കി സർ. ഗുഡ്.